നമസ്കാരം. സാഗ് ന്യൂസിന്റെ ബിസിനസ് പങ്ക്തിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് പേട്ട പള്ളിമുക്കിലുള്ള കായകൽപ്പ ആയുർവേദിക് ക്ലിനിക് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉടമസ്ഥയായ ഡോക്ടർ ആശ രാജീവിനെയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയുർവേദം എന്ന് പറയുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അത് നമ്മുടെ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ അലോപ്പതിയൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മേജർ ഡിഫറൻസസ്? എങ്ങനെയാണ് അത് നമ്മുടെ ആൾക്കാരെ കൂടുതലായിട്ട് പ്രയോജനം വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ആയുർവേദം ഇപ്പം ഞാനിവിടെ എൻ്റെ ഈ സെൻറ്ററിൽ ആക്ച്വലി ഞാൻ ആയുർവേദവും വെൽനസ്സും രണ്ടും ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും ആയുർവേദ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ആയുർവേദവും വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയേറെ ആവശ്യമായിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ഗവൺമെൻറ് പുതിയ പുതിയ പദ്ധതികൾ വെൽനസ്സിനൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണ്. ശരിക്കും ഒരു ബൂം തന്നെയാണ് ശരിക്കും ഇനി വെൽനസ്സിന് വരാൻ പോകുന്നത്. നമ്മൾ മാക്സിമം വെൽനസ്സിലോട്ട് ഫോക്കസ് ചെയ്യാനാണ് എൻ്റെയും താല്പര്യം. വെൽനസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനേജ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയണം നമ്മുടെ ഇപ്പം ബോഡി ഷേമിങ് ചെയ്തുകൂടാ എന്നുള്ളത് പറയുന്നത് ശരിയാണ്. പക്ഷെ എന്നാൽ നമ്മൾ പറയണം ഇപ്പം സ്ലിം ബ്യൂട്ടി അല്ലെങ്കിൽ സ്ലിം എന്നുള്ളൊരു കൺസെപ്റ്റാണ് കൂടുതൽ. നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാനും കുറച്ച് വെയിറ്റ് റിഡക്ഷൻ പോലുള്ള സാധനങ്ങൾ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനേജ്മെന്റ്, ദെൻ ബ്യൂട്ടി കെയർ, ഐ കെയർ, പിന്നെ പോസ്റ്റ് പ്രഗ്നൻസി കെയർ, ദെൻ റീജുവനേഷൻ ആൻഡ് ഇതെല്ലാം വെൽനസിന്റെ കാറ്റഗറിയിൽ വേണം. പ്രത്യേകിച്ചും റീജുവനേഷൻ ആൻഡ് ഡീടോക്സിഫിക്കേഷൻ ഒരു മേജർ പ്ലേ ആണ് ഇതിൽ നടത്തുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിക് എറർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരുടെ കയ്യിലും മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സെഡൻറ്ററി ഇരുന്നെടുത്ത് തന്നെ നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എക്സസൈസ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പൊ പോകുന്നുണ്ട്. ഇല്ല, ഇപ്പൊ വളരെ കുറവ്, ആർക്കും സമയമില്ല. പിന്നെ കുറച്ച് അത് കുറവ്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു സ്വിഗ്ഗിയോ സൊമാറ്റോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവരും. ഡ്രിങ്ക്സ് ആയാലും അതെല്ലാം നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾക്ക് ഈ ഡയബറ്റീസ്, കൊളസ്ട്രോള്, BP, തൈറോയ്ഡ് പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം ഒരു മെറ്റബോളിക് എററാണ്. അത് നമ്മുടെ ദഹന പ്രക്രിയയിൽ പ്രശ്നം വരുമ്പോഴുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു മനുഷ്യന്റെ ഇപ്പൊ ഒരാളുടെ ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് അവന്റെ മെറ്റബോളിസം ആയിരിക്കും. ആ മെറ്റബോളിസം എത്രത്തോളം റെഡിയാക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഹെൽത്ത് നമ്മൾക്ക് ഉണ്ടെന്നാണ്. നമ്മളെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്ന ഒരു വാചകമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മുടെ വെൽനസിന്റെ നമ്മുടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. നമ്മൾക്ക് ഇപ്പം നമ്മുടെ ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്, അതായത് നമ്മൾക്ക് അസുഖമുള്ളവന് ട്രീറ്റ്മെൻറ്റും അതേസമയം ആ ഒരു ശക്തിയുള്ളവൻ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവനും അത് പരിപാലിക്കാനുള്ള ഒരു കാര്യമാണ് ആയുർവേദം അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്നത്. അവിടെയാണ് വെൽനസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. വെൽനസ് അതിപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു അതിപ്രസരം കാരണം ആരോഗ്യത്തിന് ഈ വെൽനസിന് വേണ്ടിയിട്ട് ആൾക്കാർ വരാനായിട്ടൊരു മെയിൻ കാരണം ഈ ഫാസ്റ്റ് ഫുഡിൽ നിന്നുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങളുടെ അതൊരു ഫാക്ടർ അല്ലേ? ശരി, ആക്ച്വലി ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പം ആർക്കും ടൈം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ ബോധവാന്മാരും ബോധവതികളുമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർക്ക് വെൽനസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ജീവിതത്തിലോട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പത്രങ്ങളിലും TV-കളിലും കാണുന്ന വെച്ചാൽ ഒരു 30-ക്കും 35-നും ഇടയ്ക്കുള്ള എത്രയോ ആൾക്കാർ നിൽപ്പിന് തന്നെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടൊക്കെ. ഇതെല്ലാം ഇതിന്റെ ഒരു ഘടകം തന്നെയാണ്, ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിന്റെ തന്നെയാണ്. അപ്പം അവിടെ നമ്മൾ കുറച്ച് നമ്മളൊന്ന് പ്രിക്കോഷൻ എടുത്താൽ നമുക്ക് ഈ വെൽനസ് പാർട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം എന്നേ ഉള്ളൂ. കൂടിപ്പോയാൽ 1 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ആ ഒരു ഡയറ്റിലും നമ്മുടെ ആ ഒരു മീൻസ് ലൈഫ് സ്റ്റൈലിലും വ്യത്യാസം വന്നാൽ ഒത്തിരി വ്യത്യാസങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഈ ഒരു അഡ്വൈസ് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ചെറുപ്പക്കാരെ തന്നെയാണ് കൂടുതൽ നോക്കേണ്ടത്. ഒരു 25-നും ഒരു 40-ക്കും ഇടയ്ക്കുള്ളതായിരിക്കണം കൂടുതൽ. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ലൈഫ് എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് റൺ ചെയ്യുന്നു അതനുസരിച്ച് ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
ഓക്കെ. അപ്പം ഈ ഒരു വെൽനെസ്സും അപ്പൊ ആയുർവേദിക് എന്ന് പറയുമ്പോൾ അതിലെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ ഇപ്പൊ നമ്മള്? ആയുർവേദത്തിൽ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, നമ്മുടെ ഷോൾഡർ ജോയിന്റ്, സ്പോണ്ടിലൈറ്റിസ്, ദെൻ ഇപ്പം സ്ത്രീകൾക്കുണ്ടാകുന്ന PCOD, എവറി പ്രോബ്ലംസ്, പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ശോധന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിനൊക്കെ പ്രൂവൻ റിസൾട്ട്സുകളുണ്ട്. പിന്നെ നമ്മൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, BP, എല്ലാത്തിനും ഉള്ള ട്രീറ്റ്മെന്റ് ഇവിടെ അവൈലബിൾ ആണ്. ട്രീറ്റ്മെന്റ് ഇൻ ദ സെൻസ് ഇത് കഴിക്കുന്ന മെഡിസിൻസ് ആണോ അതോ ഇന്റേണൽ മെഡിസിൻസ്, അതായത് ക്ലാസിക്കൽ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസും ഉണ്ട്. പിന്നെ നമ്മുടെ അതുപോലത്തുള്ള പഞ്ചകർമ്മ തെറാപ്പീസും ഇവിടെ ചെയ്യുന്നുണ്ട്. ലൈക്ക് ശോധന തെറാപ്പീസ്, ശമന തെറാപ്പീസ്, പല ടൈപ്പ് ഇതുണ്ട്. പിന്നെ കിഴികള്, മസാജുകള്, ധാര, പിഴിച്ചിൽ, എല്ലാ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. ബീങ് എ വുമൺ, ഇപ്പം സ്ത്രീകള് പേഷ്യൻസ് ആയിട്ട് വരുന്നുണ്ടല്ലോ, അപ്പം അവരുടെ കാര്യങ്ങള്, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറെ കൂടെ ഒക്കെ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിമൻ പേഷ്യൻസ് അവരുടെ മെയിൻ ഒരു കൺസേൺ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയായിരിക്കും യൂഷ്വലി വരുന്നത്? അതിന് എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഇവിടുത്തെ? ഇപ്പൊ ഇവിടെ പൊതുവെ വരുന്നത് ഒരു സ്ത്രീകളിലെ ഇപ്പം ഒരു കൗമാരക്കാരിലാണെങ്കിൽ കൂടുതലും പിമ്പിൾസ് പോലുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതേസമയം ഇതൊരു 35+ വരുമ്പം അവർക്ക് പെട്ടെന്ന് ഈ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ കൊണ്ടുവരാം, സ്ട്രെസ് കൊണ്ട് അവർക്ക് അവരുടെ വീട്ടുകാര്യം, അവരുടെ ജോലിയും, അവരുടെ കുട്ടികളുടെ കാര്യം എല്ലാം കൊണ്ട് അവർക്കൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള നെക്ക് പെയിൻ, ബാക്ക് പെയിൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ചിലവർക്ക് ഉറക്കക്കുറവ്, ഇതെല്ലാം ഒരു 30-35+ കൂടുമ്പോൾ അവർക്ക് കൂടുതൽ സ്ട്രെസ്സും കൂടെ അവർ ഉൾപ്പെടുന്നുണ്ട്. അവർക്കൊരു പ്രോപ്പർ ഒരു കൺസൾട്ടേഷൻ നൽകി ഇത് സ്ട്രെസ് ആണോ അത് അവരുടെ പ്രോബ്ലംസ് ആണോ എന്ന് നമ്മൾ ഇപ്പൊ തന്നെ എനിക്ക് റീസെന്റ് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ശരിക്കും പുള്ളിക്കാരി ഭയങ്കര ഒരു നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്നതാണ്. ശരിക്കും പുള്ളിക്കാരിക്ക് ഇപ്പൊ ഒരു പെട്ടെന്നൊരു സ്ട്രെയിൻ ആയിട്ടാണ് വന്നത്. ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കി അതൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ ആണെന്നുള്ളത്. അതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും? അതിനൊരു സൊല്യൂഷൻ നമ്മൾ അവരുടെ സ്ട്രെസ് റിലേഷനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യണം. അതിനുശേഷം മാത്രം ബാക്ക് പെയിൻ എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകത്തുള്ളൂ. ഈ ബാക്ക് പെയിൻ, സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഡയഗ്നോസിസ് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു എക്സ്റേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും, ബ്ലഡ് ടെസ്റ്റ്? അതായത് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ദർശനം, സ്പർശനം, പ്രശ്നേയ. ദർശനം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, സ്പർശനം എന്ന് വെച്ചാൽ തൊട്ട് നോക്കി കാണുന്നത്, പ്രശ്നേയ നമ്മളെ ഇൻട്രോഗേഷൻ. അതാണ് നമ്മുടെ ആയുർവേദത്തിലെ ശാസ്ത്രത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ ഇപ്പം ആയുർവേദക്കാർക്കും മോഡേൺകാർക്കും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് എക്സ്റേ, MRI, CT. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം മോഡേൺ ആയുർവേദത്തിന് ഇന്നതായിട്ടുള്ള നമ്മൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സ്റേ എടുക്കാം. ഏത് രീതിയിലും നമ്മൾക്ക് അത് എടുത്ത് അപ്പം ബ്ലഡ് ലെവലിൽ, CRP ലെവലിൽ പോലുള്ള കാര്യങ്ങൾ, ESR പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ആ രീതിയിൽ അങ്ങനത്തെ അമ്യൂണിറ്റീസ് ഉപയോഗിച്ചിട്ടും നമ്മൾ അത് ചെയ്യാം. ഒരു പക്ക ഒരു നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരു ഡയഗ്നോസിലോട്ട് പോകാറുള്ളൂ. ഇപ്പം അലോപ്പതിയിലൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഇപ്പൊ ഫാർമസീസിലൊക്കെ കിട്ടും, ഇംഗ്ലീഷ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ആയുർവേദ മരുന്നുകൾ എങ്ങനെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണോ അതോ അതിന്റെ സോഴ്സ് എങ്ങനെയാണ്? ആക്ച്വലി നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽസ്, അതായത് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഉപയോഗിക്കുന്ന മസാജ് പോലുള്ള കാര്യങ്ങള്, ഇവിടുത്തെ കിഴികള്, പിഴിച്ചില്, ശിരോധാര, ഇതെല്ലാം ഞാൻ തന്നെ എന്റെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന അത്രയും പ്യുവർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ചൂർണങ്ങളും അപ്പൊ ആവശ്യത്തിനുള്ള എല്ലാ മെഡിസിൻസും ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് എടുത്ത് പൊടിച്ച് ആ രീതിയിലാണ്. അപ്പൊ അത്രയും എനിക്കിപ്പോ വേറൊരു ടീമുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഇൻഹൗസ് പ്രിപ്പറേഷൻ ആണ് കൂടുതലും നമ്മുടെ മെഡിസിൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഉള്ളിലുള്ള മെഡിസിൻസ് ഓഫ് കോഴ്സ് ഞാൻ കോട്ടയ്ക്കിലോ അല്ലെങ്കിൽ വൈദ്യരത്നോ അത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ട്രീറ്റ്മെന്റ് കോസ്റ്റ് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് അലോപ്പതി അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ മെഡിസിൻ, ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഇൻ ജനറൽ നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റ്സും വെൽനെസ്സിനാണെങ്കിലും റിജുവേഷനാണെങ്കിലും ഒക്കെ എത്രത്തോളം ആ ഒരു സ്കെയിൽ ഡിഫറൻസ്, റേഷ്യോ ഡിഫറൻസ് ഉണ്ട് ഇതിന്? കാരണം റിസൾട്ട്സ് ഇതിൽ വളരെയധികം നന്നായിട്ട് ജനറലി എല്ലാവരും പറയുന്നുണ്ട്. അപ്പം അതിനൊരു കോസ്റ്റ് എല്ലാവരും ആയിരിക്കും വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അത് എങ്ങനെയാണ് അതിന്റെ ഒരു? ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം അലോപ്പതി ആയാലും ആയുർവേദ ആയാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് മീൻസ് ഏറ്റവും അവസാനം നമ്മുടെ ഒരു മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയി ഇപ്പൊ ഒരു വേദന വന്നു നമ്മളത് എന്തെങ്കിലും കൈ കിട്ടിയൊക്കെ വരി തേച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ മാത്രമായിരിക്കും ഒരു ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഏത് സിസ്റ്റത്തിലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് തുടക്കത്തിലേ കാണിക്കുവാണെങ്കിൽ 50 രൂപയ്ക്ക് തീരേണ്ട കാര്യം നമ്മൾ ഒരു 50,000 വരെ കാത്തിരിക്കും. അപ്പോൾ ലാസ്റ്റ് പറയാം ആയുർവേദം ഭയങ്കര കോസ്റ്റ്ലി ആണ്,
ആയുർവേദം ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഞാൻ അവിടെ പോകുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതാണ് അവിടെയാണ് വെൽനെസിന്റെ ഒരു പാർട്ട് തന്നെ വരുന്നത്. ശരിക്കും നമ്മൾ ഈ ഡീറ്റോക്സ് നമ്മൾ ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു മസാജ് പോലുള്ള കാര്യങ്ങൾ, ഒരു സ്റ്റീം ബാത്ത് പോലുള്ള കാര്യങ്ങൾ എടുത്ത് നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ കൂട്ടുക, ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണത്. പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് ശുദ്ധീകരിക്കുക നമ്മുടെ ബോഡിയുടെ ടോക്സിൻ, അത് 3 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് ചെയ്യുമ്പം നമ്മൾക്ക് ഏതൊരു സിസ്റ്റം ആയാലും നമ്മൾക്ക് അത് അഫോർഡബിൾ ആയി തന്നെ നമ്മുടെ കയ്യിൽ വരുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ബേസിക് പാക്ക് മസാജും സ്റ്റീമും ഉള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 ആണ്. ഈ ട്രീറ്റ്മെന്റ്സ് അല്ലാതെ ഇപ്പം അതാ ഈ റിജുവിനേഷൻ ഓർ ഡിറ്റോക്സിഫിക്കേഷൻ, നമ്മുടെ മറ്റു ട്രീറ്റ്മെന്റ്സിനൊക്കെ ഇപ്പം പേഷ്യൻസിന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ഇരിക്കാം, അപ്പം ഡോക്ടറിന്റെ റെഫറൻസിൽ അറിഞ്ഞു വരുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സപ്പോസ് ഈ സെന്ററിലോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ ട്രീറ്റ്മെന്റ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് നേരത്തെ അത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ സൂം പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മളത് മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മളത് കൊറിയർ വഴി നമ്മൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവര് വൺസ് അവര് കേരളത്തിലോട്ട് ട്രിവാൻഡ്രത്തിൽ വരുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ നേരത്തെ പറയണം, നമ്മൾ തന്നെ അക്കോമഡേഷൻ റെഡി ആക്കി കൊടുത്ത് ട്രീറ്റ്മെന്റും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സിന് അവർക്ക് വേണമെന്നുള്ളപ്പോഴത്തേനും അവർക്ക് തന്നെ ഇവിടെ ഇപ്പൊ സിറ്റിയുടെ ലിമിറ്റ്സിലുള്ള ആൾക്കാരാണെങ്കിൽ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ്സ് റെഗുലർ ആയിട്ട് ഇവിടെ വിസിറ്റ് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് ഓഫേഴ്സിന്റെയും കുറച്ച് ഇപ്പം എന്തൊക്കെ പുതിയ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ അറിയിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വേൾഡ് വൈഡ് പല ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും. അപ്പോ ഇതിലുള്ള അപ്ഡേഷൻസ് എങ്ങനെയാണ് ഡോക്ടർ സ്വായത്തമാക്കുന്നത്? ഇപ്പം ആക്ച്വലി നമ്മളിപ്പോൾ ആയുർവേദം നമ്മൾ എന്തായാലും നമ്മൾ ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴ്സുകൾ ഇപ്പം AMI ഇപ്പോൾ നമ്മുടെ അസോസിയേഷൻ്റെ ഇതാണ്. അപ്പോൾ അവർ നമ്മൾക്ക് ഓരോ CMEകൾ അവർ നമ്മൾക്ക് നടത്താറുണ്ട്. അപ്പം നമ്മളത് പെയ്ഡ് ആയിരിക്കാം, പക്ഷെ നമ്മൾ അതിപ്പം ആലപ്പുഴ, എറണാകുളം സെമിനാർസ് പോലെ ക്ലാസ്സുകൾ പോലെ ഇപ്പം മർമ്മത്തിന്റെ ക്ലാസ്സുകൾ, കൈറോപ്രാക്ടീസിന്റെ ക്ലാസ്സുകൾ, നാച്ചുറോപ്പതിയുടെ ക്ലാസ്സുകൾ, പിന്നെ അങ്ങനെ പോസ്റ്റ് പ്രഗ്നൻസി കെയറിന്റെ ക്ലാസ്സുകൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ റീസെന്റ് ഇപ്പൊ അത് പോയി ചെയ്തു. ബോൺ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം വിളിച്ചത്. ഇതെല്ലാം നമ്മുടെ ഓരോ ക്ലാസ്സിന് പോയി അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് എടുത്താണ് നമ്മൾ വരുന്നത്. ഇതെല്ലാം ഓരോ അപ്ഡേഷനാണ്. ശരിക്കും നമ്മുടെ ആയുർവേദം കൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ പെട്ടെന്നൊരു പെയിൻ റിലീവ് അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റ് ആണ് ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഒരു കഴുത്ത് വേദന എന്നുള്ള ഒരു പേഷ്യന്റിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കൈറോ പോലുള്ളത്, മർമ്മ തെറാപ്പി പോലുള്ള സാധനങ്ങള് കമ്പൈൻഡ് ആയിട്ടായിരിക്കും നമ്മൾ റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പം ഈ BAMS ആണല്ലോ ഇപ്പൊ ആയുർവേദിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അതിൽ S stands for സർജറി അല്ലേ? അപ്പൊ അതിൽ സർജറി ഇതിന്റെ ഭാഗത്ത് എപ്പോഴേലും അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുണ്ടോ? BAMS എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി എന്നുള്ള. ഇപ്പൊ സർജറിയിൽ തന്നെ നമ്മൾ പറയുന്നത് മൈനർ സർജറീസ് ആണ് ഇൻക്ലൂഡ്. അതിൽ പൈൽസ്, ഫിസ്റ്റുല പോലുള്ള കാര്യങ്ങളാണ് കൂടുതൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലാണ് പൈൽസ്, ഫിസ്റ്റുലയ്ക്ക് ഏറ്റവും 100% വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളത് നമുക്ക് ആയുർവേദത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമുക്ക് ക്ഷാരകർമ്മം, അഗ്നികർമ്മം എന്നൊക്കെ പറഞ്ഞ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുവഴി നമ്മൾക്കത് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റേജ് വരെ ഉള്ള പൈൽസിന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾക്ക് ട്രീറ്റ്മെന്റിലോട്ട് സർജറി വിത്ത് സർജറി. അതൊരു MS എടുത്ത ഒരു ഡോക്ടറിനായിരിക്കും കൂടുതലും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവർക്കത് ഇപ്പം ആ ഒരു സൈലോക്കൈൻ പോലുള്ള ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് അവർ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മുടെ വെൽനസിന്റെ ഇതിൽ തന്നെ ഈ റിലാക്സേഷൻ, ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെ പറയും. അതിന് ഇവിടെ ഈ സെന്ററിൽ ഇപ്പൊ എന്തൊക്കെയാണ്? ഞാനിപ്പോ ഇവിടെ നടത്തി വരുന്നത് ഇപ്പൊ ഡീടോക്സ് എന്ന് പറഞ്ഞ സെഷനാണ്. ഡീടോക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ എയിം ചെയ്യുന്ന ഒരു മെറ്റബോളിക് എററിനെ മാറ്റുക എന്നുള്ളൊരു ഇത് തന്നെയാണ്. പിന്നെ ചിലവർ വന്നിട്ട് പറയാം അവർക്ക് ഉറക്കക്കുറവുണ്ട് അല്ലെങ്കിൽ ബോഡിക്ക് ഭയങ്കര ടെമ്പറേച്ചർ എന്ന് പറയും. അതൊരൊറ്റ ഡീടോക്സ് കൊടുത്താൽ മതി, ശരിക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ നന്നായിട്ട് നല്ല ഉറക്കം കിട്ടുന്നതായിട്ട് അവര്. ഡീടോക്സ് എന്ന് വെച്ചാൽ ശരിക്കും ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫുഡ് അബ്സോർബ് ചെയ്യണം. സ്മോൾ ഇൻഡസ്ട്രിയൽ, ലാർജ് ഇൻഡസ്ട്രിയൽ ആണ് അത് അബ്സോർപ്ഷൻ നടക്കുന്നത്. ശരിക്കും നമ്മളിപ്പം എന്താ പറയാ, ഇപ്പോഴത്തെ ട്രെൻഡാണ് ഓർഗാനിക് ഫുഡ് എന്നൊക്കെ പറയുന്നത്. ഓർഗാനിക് ഫുഡ് ഇപ്പം നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നു, നേരെ മീൻസ് കഴിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, വാഷ് ചെയ്യുന്നു. അതിന് ഇടയ്ക്ക് ഒരു ട്രാക്ട് ഉണ്ട്, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് എന്ന്. നമ്മുടെ സിങ്കിന്റെ പൈപ്പ് ശരിയായിരിക്കും. ആ ഒരു ട്രാക്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഈ സെഡിമെന്റ്സ് എത്രത്തോളം അടിഞ്ഞു കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് മെറ്റബോളിക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പം ആ ഒരു മെറ്റബോളിക് എററിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സെഡിമെന്റ്സിനെ നമ്മൾക്ക് പുറത്താക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡീറ്റോക്സ് പോലത്തുള്ള എനിമ നൽകി അത് പുറത്ത് കളയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഗട്ട് ഫ്ലോറ എന്ന് പറയും, നമ്മുടെ അതിൽ നമ്മുടെ ഗുഡ് ബാക്ടീരിയ അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാന്നുള്ളൊരു ഇതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്. അപ്പൊ അതാണ് ഡീടോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും. അതൊരു ഹെൽത്തി പേഴ്സൺ ഒരു 3 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും. ആരോഗ്യമുള്ളവർക്കും അതെ അതെ നന്നായിരിക്കും. പിന്നെ നമ്മൾക്ക് അപ്പൊ അത് അഷ്യൂർ ചെയ്യാൻ പറ്റും. BP, കൊളസ്ട്രോള്, തൈറോയ്ഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾക്ക് വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെയിൻ തിങ് ആണ് നമ്മുടെ ക്യാൻസർ പോലുള്ള സാധനങ്ങളിൽ നമ്മുടെ ടോക്സിൻസിനെ റിമൂവ്. ഇപ്പൊ ടോക്സിൻസ് കൂടുമ്പോഴാണ് അവിടെ സെൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ആ ഇതിനെ ടോക്സിൻസിനെ റിമൂവ് അനുസരിച്ചിട്ട് ആ ഒരു ക്യാൻസർ പോലുള്ള സാധനങ്ങൾക്ക് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലോട്ടുള്ള എൻട്രി നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെന്റർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിംഗ് ഡോക്ടറായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തിരുന്നോ, അതോ ഡയറക്റ്റ് തന്നെ കരിയർ തുടങ്ങിയോ? ഞാൻ പഠിച്ചു കഴിഞ്ഞ 2010 അത് കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച ഒരു മാമിന്റെ ക്ലിനിക്കിൽ തന്നെയാണ് ഞാൻ ഒരു 6-7 വർഷം ഉണ്ട്. അതൊരു IP കൂടെ ഉള്ള ഇൻപേഷ്യൻസ് കിടത്തി ചികിത്സ ചെയ്യാനുള്ള പേഷ്യൻറ്റ്. അപ്പൊ അവിടെ ആയിരുന്നു. പിന്നെ ഞാൻ ഔഷധി ഗവൺമെന്റ് ഓഫ് കേരളയില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴും എനിക്കിപ്പോ കുറച്ച് പേഷ്യൻസിനെ എനിക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്നെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന്റെ സഹായത്തോടുകൂടി ഞാൻ എനിക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ഇപ്പൊ നല്ല രീതിയിൽ അത് മുന്നോട്ട് വരുന്നുണ്ട്. ഹസ്ബൻഡ് ഓയിൽ ഫീൽഡാണ്, പുറത്താണ്. മക്കള് 2 പേര്, നീരജും നിരഞ്ജനും. അവര് ക്രൈസ്നൽ പഠിക്കും. ഇതിന്റെ ഈ ബിസിനസ്സിലോട്ട് വരുന്നതിന് വേറെ ഫാമിലിയുടെ പ്രചോദനം, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അല്ലാതെ നമ്മുടെ കുടുംബപരമായിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ബിസിനസ് നമ്മളെ കുടുംബപരമായിട്ട് ആരുമില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വളരെ ഭയങ്കര. പിന്നെ എന്റെ വീട്ടിലെ അച്ഛനമ്മ, ഹസ്ബൻഡിന്റെ വീട്ടിലെ അച്ഛനമ്മ, എന്റെ ബ്രദർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം അടുത്ത ഒരു 5 years or 10 years down the line ഡോക്ടറിന്റെ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഇതിന്റെയൊക്കെ ഒരു ഗ്രോത്ത്, where do you see yourself after 10 years? ആക്ച്വലി എനിക്കൊരു IP പോലുള്ള, അതായത് ഇൻപേഷ്യന്റ് തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് പതുക്കെ ഞാൻ അതിന്റെ ഒരു വർക്കൗട്ടിലാണ് ഇപ്പൊ. പ്ലാനിൽ ചെയ്യണം എന്നാണ്. പിന്നെ കുറച്ച് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോസ്റ്റ് പ്രഗ്നൻസി കെയർ പോലുള്ള സാധനങ്ങള് അങ്ങനെ കുറച്ച് പ്ലാൻസുകളുണ്ട്. എന്തായാലും ചെയ്യും. അപ്പോൾ ഇത്ര നേരം നമ്മളോട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, വളരെ നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് നമുക്ക് ഒരു നന്ദി പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് and wish you all the best. Thank you. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.